ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ഇറക്കാൻ തോന്നി. ഓക്കെ, സോ അതുകൊണ്ട് സെക്കൻഡ് എപ്പിസോഡ് ഈസ് ഹിയർ ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡർട്ട് ഹൗസ് എന്ന് മാറി, ഡർട്ട് ഹൗസ് അല്ല, ഒരു കേവ് സ്റ്റാർട്ടർ ഹൗസ് പോലെയാണ് സംഭവം. ഓക്കെ, സോ ഇതിന്ന് മാറിയിട്ട് നമ്മളൊരു പുതിയൊരു നല്ലൊരു വീട് വെക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ സോ എല്ലാ സെക്കൻഡ് എപ്പിസോഡുകളിലും നമ്മൾ ചെയ്യാറുള്ളതാണ്. സോ ഈ ഹാർഡ് കോർ സീരീസിൽ നമ്മൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വീട് വെക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഫുഡ് ഗ്രൈൻഡ് ചെയ്തായിരുന്നു ഗൈസ്. ഈ ഹാർഡ് കോറിൽ നമുക്ക് നല്ല രീതിക്ക് ഫുഡിൻ്റെ ഒക്കെ ആവശ്യം വരും. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ തന്നെ പുതിയൊരു ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. അതിന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഫുഡ് ഗ്യാദർ വെച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ തന്നെ തീരും അത്. ഓക്കെ, അത് ഇൻവെൻ്ററിലോട്ട് വെച്ചേക്കാം. ഓക്കെ, എല്ലാം വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കിയപ്പോൾ വീടുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അത് എവിടെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഞാൻ കുറച്ച് റെൻഡർ ഡിസ്റ്റൻസ് ഒക്കെ കൂട്ടിയിട്ടിട്ട് ഒന്ന് ചുറ്റും നോക്കിയായിരുന്നു. എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയൊരു ബെസ്റ്റ് സ്ഥലമായിട്ട് തോന്നി ഇങ്ങോട്ടേക്കാണ് ഗൈസ്. ഓക്കെ, നോക്കി ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊന്ന് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചൊന്നും ഗ്രാസും കാര്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കാം. അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അത്യാവശ്യം വലിയൊരു വീട് തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യണം ഗൈസ്. എനിക്ക് ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റോൺ വേണം, പിന്നെ ഒരുപാട് വുഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, മെയിനായിട്ട് റൂഫ് സെറ്റ് ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതലും വേണ്ടി വരുന്നത്. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ ഇവിടുത്തെ സെറ്റപ്പ് കംപ്ലീറ്റ് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് വെക്കുന്ന സ്ഥലത്ത് തുടങ്ങാം ഗൈസ്. ഓക്കെ, ഇനി അവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഗുഡ് ബൈ പറയുവാണ്. ഓക്കെ, എന്തായാലും എനിക്കിനി ഓക്കെ ഞാനീ ഡോറും ഇതെല്ലാം ഇവിടെ ഈ ടോർച്ചെല്ലാം ഇവിടെ തന്നെ വെച്ചേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചറിൽ നല്ല ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, കാരണം ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാം തുടങ്ങിയത്. ഓക്കെ ഓക്കെ അതുവരെയൊക്കെ സീരീസ് പോയെങ്കിൽ അതിനു മുമ്പ് ചത്തുവാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എന്നാലും എൻ്റെ ബേസ് കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മുടെ വീടുണ്ടാക്കുന്നതിന് എടുത്തുകൊണ്ട് സെറ്റ് ചെയ്യാം കേസ്. ഇവിടെ വെക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് വെച്ചേക്കാം. ഇപ്പുറത്ത് വെക്കണം. ഓക്കെ, ബെഡും ഇപ്പുറത്ത് വെച്ചേക്കാം കേസ്. ഓക്കെ, ഇനി നമുക്ക് ഇട്ട ഐറ്റംസ് എല്ലാം പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഗെയിമിൽ വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഈ ഒരു ദിവസം കൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്ക് 4 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഗെയിമിൽ വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഓക്കെ, നമുക്കിനി കുറച്ച് ടെറാഫോം കാര്യങ്ങളൊക്കെ ചെയ്യണം ഗേസ്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ റിസോഴ്സ് ഗ്യാതറിങ്ങിന് പോകാം ഗേസ്. ഓക്കെ, വീടുണ്ടാക്കുന്ന റിസോഴ്സ് എടുക്കാനായിട്ട്. ഞാനീ ഒരു ബക്കറ്റ് ഉടനെ തന്നെ വെള്ളമാണ് നിറച്ചില്ലല്ലേ, എടുത്തേക്കാം. ഇവിടെ വാൻഡറിങ് ട്രേഡേഴ്സ് പോകണമെങ്കിൽ നമുക്ക് എന്തായാലും ലീഷ് വേണം ഗേസ്. ഓക്കെ, സോ ഇവനെ തന്നതിന് ഗെയിമിനോട് നമുക്ക് നന്ദി പറയാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഓണർ അങ്ങ് തട്ടാം ഗേസ്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഇവനെന്ന് ട്രേഡ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. നല്ലതൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ബേക്ക്ഡ് പൊട്ടറ്റോ. അയ്യോ ചാടും. ഓക്കെ നമുക്ക് വേണം ലീഷെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ടെറാഫോമിങ് പരിപാടിയാണ് ഗൈസ്. ഓക്കെ, കുറച്ചൊന്ന് ഡർട്ട് മാറ്റണം, പിന്നെ കുറച്ച് ഈ ഒരു പോച്ചേരം തിരിച്ചെത്തി കളയണം. ഓക്കെ, നമുക്ക് ഈ ഡർട്ടെല്ലാം ഇങ്ങോട്ടേക്ക് വെക്കാം. ഇതിനും കൂടെയാണ് ഞാൻ ഈ വെള്ളം എടുത്തോണ്ട് വന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഫ്ലാറ്റ് ഏരിയ ആയിട്ടുണ്ട്. ഈ സീഡ് ഞാനെല്ലാം പെപ്പറക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീറ്റ് ഫാം സെറ്റ് ചെയ്യാൻ പറ്റും. ഫുഡിനൊക്കെ അങ്ങനെ ടെറാഫോമിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീടുണ്ടാക്കുന്ന ഐറ്റംസ് കളക്ട് ചെയ്യാൻ പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് മൈനിങ് ചെയ്യണം ഗൈസ്. ഓക്കെ, എനിക്ക് കുറച്ചധികം മറ്റേ ഇതിൻ്റെ ആവശ്യമുണ്ട്, ലാൻഡാണൊക്കെ ഉണ്ടാക്കാനായിട്ട്. ലാൻഡാണ്, പിന്നെ കുറച്ച് ഷിയർസ് ഉണ്ടാക്കണം. ഓക്കെ, ഷിയേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഇതെങ്ങാനും വേണം. ഓക്കെ, ലാൻഡിൽ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഷിയേഴ്സ് ഉണ്ടാക്കണം. ഓക്കെ,
നമുക്ക് ഷിയേഴ്സ് വേണ്ട നമുക്ക് 2 ഇത് വേണം. ഓക്കെ 2 അയൺ. സോ അത് എവിടെ നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഇതിനിടയിലൂടെ നമ്മൾ ഇറങ്ങിയായിരുന്നു, പക്ഷേ സ്കെൽറ്റൻസെ കണ്ടപ്പോൾ തന്നെ നമ്മൾ പേടിച്ചോടി. ഓക്കെ സോ ഇനി നമുക്ക് ഇറങ്ങാം ഗൈസ്. ഓക്കെ ഫസ്റ്റ് ഫൈറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ ഈ സാധനം ഒന്ന് അയ്യോ, ഞാൻ വിചാരിച്ചു എന്തൊക്കെ വലിയ ആർമറല്ല കേട്ടോ. ഈ കോപ്പർ ആർമർ ഇത്രയും വിലയുള്ളൂ ഗൈസ്. ഓക്കെ വലിയ പവർഫുൾ ഒന്നുമല്ല. ക്രീപ്പർ ഫക്ക് എൻ്റെ ഹാർഡ് കോർ പോയില്ല ഗൈസ്. ഞാൻ മരിച്ച് ചത്തും. നമുക്ക് മറ്റേ പരിപാടി നോക്കാം ഗൈസ്. ഓക്കെ നമ്മൾ മറ്റേ വെള്ളത്തിൽ വീണുള്ള പരിപാടി. ഓക്കെ അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെയാണ് കിട്ടും ഗൈസ്. ഓക്കെ ഇത് ഈ പരിപാടി ഇത് നമുക്ക് ചുമ്മാ നമ്മുടെ ഹാർഡ് കോർ പോകുന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ ലാൻഡിരിക്കുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് ലാൻഡർ ഉണ്ടാക്കാനുള്ള കൂടെ കിട്ടും. ഓക്കെ 4 കിട്ടിയോ 4 എണ്ണം കിട്ടി. പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ 4 എണ്ണം കിട്ടി. കുറച്ചൊരു ഓക്സിജൻ എടുത്തിട്ട് നമുക്ക് പോകാം ഗൈസ്. ഓക്കെ നമുക്ക് പോകാം. കൊടുക്കാം സ്ലാബ്. ഓക്കെ 2 എണ്ണമായിട്ട് നമുക്ക് കുറച്ച് ലീവ്സ് പറിക്കാൻ പോകാം ഗൈസ്. പിന്നെ എനിക്ക് വുഡ് വേണം. പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേരും വരുന്നത് കോബിൾ സ്റ്റോൺ വേണം ഗൈസ്. കോബിൾ സ്റ്റോൺ നമുക്ക് അതെവിടെ നിന്ന് കിട്ടും. ഓക്കെ 2 എണ്ണമായിട്ടുണ്ട്. നമുക്കതൊരു ഷിയർ ഉണ്ടാക്കാം. ഓക്കെ ഇനി ലീവ്സ് നമുക്കൊരു നല്ല ഡെക്കറേറ്റീവ് ബ്ലോക്ക് ആയിട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ അത് നമുക്ക് വീടുണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റാർട്ടർ ഹൗസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ലീവ്സ് നല്ലതാണ്. ഓക്കെ ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട മരങ്ങളെല്ലാം ആണെന്ന് തോന്നുന്നു. ഓക്കെ 56 മതി. ഒരു സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട്. ഇത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വുഡ് കളത്തിയാൽ ഗൈസ്. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് അങ്ങനെ മതി. ഓക്കെ വുഡെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ സാപ്ലിങ് നട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ എനിക്കതാണ്ട് ഒരു സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട് വുഡ്. ഓക്കെ എന്തായാലും ഇനി നമുക്ക് മറ്റേ കോബിൾ സ്റ്റോൺ ഒപ്പിക്കണം ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാക്ക് അടുപ്പിച്ച്, ഒരു സ്റ്റാക്ക് അല്ലേ കൂടുതൽ നമുക്ക് വേണം. ഒരു 3 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ വേണം ഗൈസ്. ഓക്കെ സോ ഞാൻ എൻ്റെ സ്റ്റാർട്ടർ ബേസിൽ കയറിയിട്ട് ഒരു 3 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഒപ്പിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. പിക്കാക്സ് പൊട്ടുന്നവരെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്നാലും നമുക്ക് 3 സ്റ്റാക്കൊന്നും കിട്ടിയില്ല ഗൈസ്. ഓക്കെ ഇത് തന്നെ മതി ഗൈസ്. ഓക്കെ ഇവിടെ വലിയൊരു തൊള്ള തന്നെ ഉണ്ടാക്കി. ഓക്കെ ഇനി ഞാൻ ഇവിടെ നിന്ന് തന്നെ കുറേ സ്റ്റോൺ ഒപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലാതെ നമുക്ക് ഇനി അടുത്ത് സ്റ്റോൺ കിട്ടാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഓക്കെ സ്ഥലമൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റോൺ എടുത്താൽ പിന്നെ അവിടെ നിന്നായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ എവിടെയായിരുന്നു എൻ്റെ ബേസ്? ഇങ്ങോട്ടേക്ക്. ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാനുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഗൈസ്. ഓക്കെ ബാക്കി 2 അയണും കൂടെ എടുത്തേക്കാം. ഓക്കെ നമുക്കിപ്പോൾ അയൺ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? 23 എനിക്ക് വേണ്ട അയൺ ഞാൻ പെട്ടിക്കറി വെച്ചേക്കാം ഗൈസ്. ഓക്കെ ഇനി നമുക്ക് ഞാൻ കുറച്ച് കോപ്പർ എടുത്തോണ്ടായിരുന്നു ആവശ്യം. പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ അല്ല ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ. ഈ ഒരു വുഡ് കംപ്ലീറ്റ് നമുക്കൊന്ന് പകുതിയാക്കാം ഗൈസ്. ഓക്കെ കുറച്ചുകൂടെ പകുതിയാക്കാം. ഓക്കെ ഇത്രയും വുഡ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണം ഗൈസ്. ഓക്കെ ഇനി നമുക്ക് ബാക്കി കംപ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു പ്ലാങ്ക് ആക്കാം ഗൈസ്. ഓക്കെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വുഡ് മതിയെന്ന് ഗൈസ്. ഓക്കെ നമുക്ക് ഫ്ലോർ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം വേണ്ടി വരും തോന്നുന്നു. ഓക്കെ സോ എന്തായാലും ഞാൻ പറ്റാവുന്ന അത്ര ഉണ്ടാക്കാം. ഓക്കെ ഇത്രയൊന്നും വേണ്ട നമുക്ക് സ്റ്റേഴ്സ്. നമുക്ക് ഒരു സ്റ്റാക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണം ഗൈസ്. ഓക്കെ ബാക്കി നമുക്ക് കംപ്ലീറ്റ് സ്റ്റെയർ ആക്കാൻ നോക്കാം. ഓക്കെ 40 ഗൈസ്. ഓക്കെ കോബിൾ സ്റ്റോൺ നമുക്ക് ബിൽഡ് ചെയ്യാനും വേണം, പിന്നെ ഇതാക്കാനും വേണം. ഓക്കെ എന്തായാലും 40 എണ്ണമൊക്കെ മതിയായിരിക്കും. ഓക്കെ മതിയായിരിക്കുന്നല്ല മതി 40 മതി. ഓക്കെ റൂഫ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഇത് 56 മതിയെന്ന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. എന്തായാലും ഇതോടെ നമുക്ക് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ സെറ്റാകും. ഓക്കെ ഓക്കെ ആ ഒരു വീടുണ്ടാക്കുന്നതിനെ ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ടോ.
അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഹാർഡ് കോർ സീരീസിലെ എൻ്റെ ഹൗസ്. ഓക്കെ, സോ ഇത് നമുക്ക് പുറത്ത് കാണുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഭംഗി കുറവുണ്ട്. കാരണം നമ്മൾ വിൻഡോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഡോറും വെച്ചിട്ടില്ല, അപ്പോൾ ചുമ്മാ തുളയുണ്ട്. ഓക്കെ, സോ കുറേ ഓക്കെ, ഇനി നമുക്ക് വിൻഡോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഡോറും വെച്ച് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്താലേ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ഞാൻ പരിപാടിയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, എനിക്ക് ഞാൻ നേരത്തെ എടുത്ത റിസോഴ്സ് ഒന്നും പോരായിരുന്നു. എനിക്ക് കുറേ വുഡിൻ്റെയൊക്കെ ആവശ്യം വന്നു. സോ ഞാൻ കുറേ വുഡ് പിന്നെ ഒപ്പിച്ചുകൊണ്ട് വന്നു. അത് അവിടെ നിന്നല്ല, ഇവിടെ അടുത്ത് വലിയ ഫോറസ്റ്റ് ഉണ്ട്. സോ ഇവിടെ നിന്നാണ് ഞാൻ വുഡിൽ ഒപ്പിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, സോ നമ്മുടെ ലെസ് പ്ലേ സീരീസിലെ പോലെ തന്നെ ആ ഒരു ഫാമിംഗ് ഐലൻഡിലെ മരങ്ങളെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ സീരീസ് തീരുമ്പോഴത്തേക്കും ഇവിടുത്തെ എല്ലാ മരങ്ങളും വെട്ടിത്തീരുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ ഇവിടുന്ന് വേറെ വുഡും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ഓക്കെ, ഈ നൈറ്റായി കാര്യം പറഞ്ഞ നൈറ്റായി ഗൈസ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡോർ പ്ലേസ് ചെയ്യാം ഗൈസ്. ഓക്കെ, നേരത്തെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത ഡോർ നമ്മളിലുണ്ട്. ഓക്കെ, അതങ്ങ് വെച്ചാൽ മതി. 1 2. ഓക്കെ, ഡോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 ബ്ലോക്ക് മാറ്റാം. അവിടെ നമുക്ക് ലാൻഡേൺ വെക്കണം ഗൈസ്. ഓക്കെ, 2 അയൺ നമ്മളിലുണ്ട്. ഓക്കെ, സോ ഇനി അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇത് വെക്കണം, വിൻഡോസ് വെക്കണം ഗൈസ്. ഓക്കെ, സോ വിൻഡോസ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഗ്ലാസ് ഉണ്ടാകണം ഗൈസ്. ഓക്കെ, സോ ഗ്ലാസ്സിന് വേണ്ടി നമുക്ക് സാൻഡ് വേണം. ഓക്കെ, 13 അതന്നെ മതി. ഓക്കെ, ഈ സാധനം മാറ്റുക, ഇത് വയ്ക്കുക. ഓക്കെ, നമുക്ക് 2 ലാൻഡാണ് ഉണ്ടാക്കാം. ഓക്കെ, ലാൻഡാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവെക്കാം. കുറച്ചുകൂടെ വുഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് ഫെൻസ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫെൻസ് ഓക്കെ 3 എണ്ണമായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വേണം. ഓക്കെ, ഇത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഫെൻസ് ഉണ്ടാക്കാം ഗൈസ്. ഫെൻസ് ഓക്കെ, 12 എണ്ണം വേണം. അതൊന്ന് ഇവിടെ വെക്കാം. ഇതിൻ്റെ താഴെ നമുക്ക് ലീവ്സ് വെക്കണം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ പേര് ഞാൻ ഗ്ലാസ് പെയിൻ എന്നാണ് ഗൈസ്. ഓക്കെ, ഞാൻ നേരത്തെ പ്രൊണൗൺസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്ലാസ് പ്ലെയിൻ എന്നാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തോ എനിക്ക് ഓക്കെ ഈയിടെയായിട്ട് ഞാൻ ഈയിടയ്ക്കാണ് ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ശരിക്കുള്ള സ്പെല്ലിങ് ഒന്ന് കറക്റ്റ് നോക്കിയത്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്ലാസ് പ്ലെയിൻ എന്നാണ്. ഓക്കെ, ശരിക്കും ഇത് ഗ്ലാസ് പെയിൻ ആണ് ഗൈസ്. ഓക്കെ, പെയിൻ ഗ്ലാസ്. ഓക്കെ, നമ്മളിപ്പോൾ വിൻഡോ വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലീവ്സ് ആണ് ഗൈസ്. ഓക്കെ,
ലീവ്സ് ഇനി ലീവ്സ് വെച്ചിട്ടാണ് നമ്മുടെ ലീവ്സ് വെച്ചിട്ടുള്ള കളിയാണ് ഗൈസ് ഇനി അങ്ങോട്ടുള്ളത്. ഗൈസ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഡേ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ഉണ്ടാക്കി തീർന്നായിരുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, 3, 2, 1 യെസ്. അയ്യോ ഇതാണ് നമ്മുടെ ഹാർഡ് കോർ സീരീസിലെ ഹൗസ്. ഇതിൻ്റെ ഇൻറ്റീരിയറിലൊന്നും ഇല്ല ഗൈസ്, പുറത്തുനിന്നുള്ളതേ ഉള്ളൂ. ഇൻറ്റീരിയറിൽ നമുക്ക് ഒരുപാട് ഇനി ഫില്ല് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ അകത്തെ ഇൻറ്റീരിയർ. ഓക്കെ, ഇതിനകത്ത് നമുക്കിനി ബെഡ്റൂം വേണം, പിന്നെ സ്മെൽറ്റിംഗ് ഏരിയ വേണം, സ്റ്റോറേജ് ഏരിയ വേണം, ഒരുപാട് കാര്യം ചെയ്യണം. ഓക്കെ, നമുക്ക് അതിലേക്ക് ഉള്ള ജോലി നോക്കാം. ഓക്കെ, ഞാൻ ഇൻവെൻറ്റർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം വുഡ് ഒപ്പിക്കാൻ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് സ്റ്റോറേജ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വുഡ് കട്ട് ചെയ്യാൻ പോകാം ഗൈസ്. ഇങ്ങോട്ട് തന്നെ നമുക്ക് പോകാം ഗൈസ്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് വുഡുണ്ട്. ഓക്കെ, ഇനി കുറച്ചധികം വുഡ് ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റാക്കിൻ്റെ മേളിൽ വുഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കൂട്ടത്തിൽ കുറച്ച് ലീവ്സ് എടുത്തു. ഇനി നമുക്ക് ലീവ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 10 ദിവസമായി ഗൈസ് നമ്മുടെ ഇൻ ഗെയിമിൽ. ഓക്കെ, ഇനി നമുക്കിത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആക്കാം, എല്ലാം ബ്ലാങ്ക് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറേ ചെസ്റ്റ് ഉണ്ടാക്കാം. 36 കംപ്ലീറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇത് തികയൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 3 വരി ആക്കിയാലോ? എന്താ പറയുക, ഓക്കെ ഗൈസ്, തികഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്താ സെറ്റായിട്ടുണ്ട്. എന്തായാലും ഇത് ഇത്രയും നിറയ്ക്കാൻ പോകുന്നില്ല ഞാൻ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ വേറെ സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചധികം സ്റ്റോണും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്, കോംപ്ലീറ്റ് സ്റ്റോണ്. എനിക്ക് ഒരു സ്മെൽറ്റിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു 10-15 ഒരു 5-6 ഉണ്ടാക്കാനുള്ളതിലും കാണാൻ തോന്നുന്നു. അതിവിടെ മൈൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് കോൾ കിട്ടി. കുറച്ചെന്ന് പറഞ്ഞാൽ 30 കിട്ടി ഗൈസ്. ഓക്കെ, അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ആവും. ഓക്കെ, എനിക്ക് ഇങ്ങോട്ടേക്ക് ചെറിയ കേവ് കണ്ടായിരുന്നു. സോ അങ്ങോട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് 2 പീസ് അയണും കിട്ടി. ഓക്കെ, ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അധികം ഇറങ്ങി ചെന്നില്ല, എനിക്ക് നല്ല ആർമർ പോലും ഇല്ല. ഓക്കെ, സോ ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ പോകുന്നു. ഒരു പിക്കാക്സും പൊട്ടാറായി ഗൈസ്. ഈ 3 പിക്കാക്സ് അടുപ്പിച്ച് പൊട്ടിച്ച്. ഓക്കെ, കോപ്പറിൻ്റെ അത്ര ഉണ്ടാകാം. 11 ഉണ്ടാകാം ഗൈസ്. ഇനി 11 വേണമെന്നില്ല, 10 മതി. ഓക്കെ, അല്ലെങ്കിൽ 9 മതി ഗൈസ്, നമ്മൾ സിമെട്രിക്കലാണെങ്കിൽ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങോട്ടാക്കാം. ഓക്കെ, ഞാൻ ചെറിയ സ്മെൽറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതോടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ് ഇൻറ്റീരിയർ. ഞാൻ ഈ 2 അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചായിരുന്നു ഗൈസ്. ഓക്കെ, ഇതിൽ നമുക്ക് 2 അയൺ വെച്ചൊന്നും പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമുക്കത് ടോർച്ച് ആക്കാം ഗൈസ്. ഓക്കെ, ടോർച്ച്. ഓക്കെ, നമുക്ക് ഡെക്കറേഷനാണ് മുഖ്യം. ഓക്കെ, അയ്യോ നൈറ്റായി. ഓക്കെ, ഒന്ന് ഇവിടെ നോക്കിയിട്ടുണ്ട്, ഒന്ന് നമുക്ക് അവിടെ തോന്നണം. ഓക്കെ, നമ്മുടെ ബെഡ്റൂമിൻ്റെ അടുത്ത്. ഓക്കെ, ക്രാഫ്റ്റിനെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വെച്ചേക്കാം. ഓക്കെ, കുറച്ച് സ്റ്റേഴ്സ് എടുത്തിട്ട് നമുക്കിവിടെ തലകുത്തിന് വെക്കാം. ഓക്കെ, അവിടെ നമുക്ക് ലാൻഡ് വെക്കാം. ഓക്കെ, ഇപ്പുറത്ത് നമുക്ക് ബെഡും വെക്കാം. കുറച്ച് ലീവ്സും ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന ടേബിൾ സെറ്റ്, അതായത് ആൻവിലും മറ്റേ സ്മിറ്റിംഗ് ടേബിളെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്കായിരിക്കും വെക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം എന്തായാലും എൻ്റെ ഈ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മളൊരു സ്റ്റോറേജ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ മറ്റേ അവിടെ ഇരിക്കുന്ന സ്റ്റോറേജ് പിന്നെ കൊണ്ടുവച്ചോളാം. ഓക്കെ, ഒരു സ്മെൽറ്റിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തരുള്ളൂ. അടുത്ത വീഡിയോ കാണാം.